നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. സ്കൂളിൽ മിഠായി കഴിച്ച 11 കുട്ടികൾക്ക് വിഷബാധയേറ്റു. സംഭവം മധൂർ കൊല്ലങ്കാനയിൽ. വേട്ടയാടിയ കാട്ടുപന്നിയുമായി യുവാവ് അറസ്റ്റിൽ. വാഹനങ്ങൾ പിടികൂടി. കാഞ്ഞങ്ങാട്ട് ഗതാഗതക്കുരുക്ക്. പുതുവർഷത്തിൽ ട്രാഫിക് പരിഷ്കരണം നിലവിൽ വരും. വിശദമായ വാർത്തകളിലേക്ക്. സ്കൂളിൽ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ മിഠായി കഴിച്ച വിദ്യാർത്ഥികൾക്ക് വിഷബാധയേറ്റു. മധൂർ കൊല്ലങ്കാന സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 11 വിദ്യാർത്ഥികൾക്കാണ് വിഷബാധയേറ്റത്. സ്കൂളിൽ സഹപാഠികൾ വിതരണം ചെയ്ത ബർത്ത്ഡേ മിഠായി കഴിച്ചാണ് 11 കുട്ടികൾ വിഷബാധയേറ്റ് ആശുപത്രിയിലായത്. മധൂർ കൊല്ലങ്കാനം സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥികളായ അനഘ, കൃഷ്ണ, ആയിഷത്ത്, അഷ്ഹൂമ, മഹിമ, ദക്ഷിണേത്ര, ഫാത്തിമത്ത് ഫൈമ, വർഷിദ് കൃഷ്ണ എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എക്ലേസ് എന്ന കമ്പനിയുടെ മിഠായിയാണ് കുട്ടികൾ കഴിച്ചത്. മിഠായി കഴിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾക്കെല്ലാം വയറുവേദനയും ഛർദിയും ഉണ്ടായതോടെ സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മറ്റ് 2 കുട്ടികൾക്ക് കൂടി വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനാൽ മറ്റൊരു ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വേട്ടയാടിയ കാട്ടുപന്നിയുമായി യുവാവ് അറസ്റ്റിൽ. പരപ്പയിലാണ് സംഭവം. പരപ്പ മയ്യളത്തെ രാമണ്ണനായിക്കിന്റെ മകൻ രാമചന്ദ്രയാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ AK നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. എങ്കണ്ണമൂലയിലെ ദാമോദരൻ, രവി എന്നിവരാണ് രക്ഷപ്പെട്ടതെന്നും ഇവരെ കണ്ടെത്താൻ തിരച്ചിൽ തുടങ്ങിയതായും അധികൃതർ പറഞ്ഞു. സംഘം പന്നി പടക്കം വെച്ച് പിടികൂടിയ 2 കിൻഡലോളം തൂക്കം വരുന്ന പന്നിയെയും കസ്റ്റഡിയെടുത്തിട്ടുണ്ട്. തല ചിതറിയ നിലയിലായിരുന്നു പന്നി. രഹസ്യവിവരത്തെ തുടർന്നാണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ MK നാരായണൻ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരായ പ്രകാശൻ, അഷ്റഫ്, മനോജ്, നരസിംഹ, സുരേഷ് എന്നിവർ പരപ്പയിലെത്തിയത്. ഫോറസ്റ്റ് അധികൃതരെ കണ്ട് 2 പേർ ഓടിയെങ്കിലും രാമചന്ദ്രയെ കൈയോടെ പിടികൂടി. ഇയാൾ നൽകിയ വിവരമനുസരിച്ചാണ് തല ചിതറിയ നിലയിൽ പന്നിയെ കണ്ടത്. കാഞ്ഞങ്ങാട്ട് ഗതാഗതക്കുരുക്കിന് പരിഹാരമാവുന്നു. പുതുവർഷത്തോടെ ട്രാഫിക് പരിഷ്കരണം നിലവിൽ വരും. കാഞ്ഞങ്ങാട്ടെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. 2015 ജനുവരി 1 മുതൽ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനാണ് അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. ഫുട്പാത്ത് കച്ചവടം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള പരിഷ്കാരമാണ് നടപ്പിലാക്കുന്നത്. പെട്ടിക്കടകൾക്ക് രജിസ്ട്രേഷൻ സംവിധാനം ഏർപ്പെടുത്താനും തീരുമാനമുണ്ട്. ഓരോ തരം വാഹനങ്ങൾക്കും പ്രത്യേകം പാർക്കിംഗ് സൗകര്യം ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടച്ചേരി ട്രാഫിക് ജംഗ്ഷൻ മുതൽ കൈലാസ് തിയേറ്റർ വരെ പാർക്കിംഗ് നിരോധന മേഖലയായി പ്രഖ്യാപിക്കും. കൈലാസ് തിയേറ്റർ മുതൽ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ വരെ നിയന്ത്രണ മേഖലയായിരിക്കും. ടൂറിസ്റ്റ് ബസ്സുകളുടെ പാർക്കിങ്ങിന് ചമ്മട്ടം വയലിൽ സൗകര്യമൊരുക്കും. നോർത്ത് കോട്ടശ്ശേരി മുതൽ പുതിയകോട്ട ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വരെ നിശ്ചിത സ്ഥലങ്ങളിൽ വാഹന പാർക്കിംഗ് സ്ഥലം മാർക്ക് ചെയ്യും. കോട്ടശ്ശേരി രാംനഗർ റോഡിൽ ട്രാഫിക് സർക്കിളിൽ നിന്നും 50 മീറ്റർ വരെ ഒരു വാഹനവും നിർത്തിയിടരുതെന്നും നിർദ്ദേശമുണ്ട്. ട്രാഫിക് സർക്കിളിന് സമീപത്ത് വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ട്രാഫിക് സർക്കിളിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. നോർത്ത് കോട്ടശ്ശേരി തൊട്ട് നമ്മുടെ ലിറ്റിൽ ഫ്ലവർ സ്കൂൾ വരെയുള്ള ഭാഗം, ആ ഭാഗമാണ് കാഞ്ഞങ്ങാട് ടൗണിൻ്റെ നിലവിലുള്ള പ്രധാനപ്പെട്ട സ്ഥലം. കാരണം നോർത്ത് കോട്ടശ്ശേരിയുടെ സർക്കിൾ കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ വലിയൊരു ട്രാഫിക് ജാം ഇല്ല. ട്രാഫിക് ജാം തുടങ്ങുന്നത് നോർത്ത് കോട്ടശ്ശേരി തൊട്ട് ഒരു കണ്ണൻസ് വരെ അല്ലെങ്കിൽ നമ്മുടെ മെട്രോ വരെയൊക്കെയാണ് പ്രധാന ട്രാഫിക് ജാം വരുന്നത്. ബാക്കിയുള്ള ഏരിയയിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തീരുമാനിച്ചിരിക്കുന്നത് 2 ഭാഗത്തും വ്യക്തമായ രീതിയിൽ ട്രാഫിക് ലോട്ടുകൾ ഏർപ്പെടുത്തുക. ആളുകൾക്ക് വണ്ടി കൊണ്ടുവന്നാൽ പാർക്ക് ചെയ്യുന്നതിനുള്ള ലോട്ടുകൾ ഏർപ്പെടുത്തുക. അപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഈ സർക്കിളിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ സർക്കിളിൽ ഒരു ട്രാഫിക് പോലീസ് ഇല്ല. അവിടെ ഒരു ട്രാഫിക് പോലീസ് നിർത്തുക പലപ്പോഴും പോസിബിൾ അല്ല. കാരണം 6 ഡയറക്ഷനിലേക്ക് 5 ഡയറക്ഷനിലേക്ക് വണ്ടി പോകുമ്പോൾ പലപ്പോഴും അവർക്ക് ഇതാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു ട്രാഫിക് ലൈറ്റ് വരികയാണ്. ട്രാഫിക് പരിഷ്കാരങ്ങൾ വിശദീകരിക്കാൻ കാഞ്ഞങ്ങാട്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സബ് കളക്ടർ K. ജീവൻ ബാബു, നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ, നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ N. സുലേഖ, DYSP ഹരിചന്ദ്ര നായക്, നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴ്ന്നോരടി, ജോയിന്റ് RTO K. ബാലകൃഷ്ണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ K. നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഉദ്ഘാടനം 21-ന് രാവിലെ 9 മണിക്ക് P. കരുണാകരൻ MP നിർവഹിക്കും. ലോഗോ പ്രകാശനം E. ചന്ദ്രശേഖരൻ MLA നിർവഹിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആശാ മീൻ കമ്പനിക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി ജനകീയ സമിതി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം ഉന്നയിച്ചത്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കടലാടിപ്പാറയിലെ ബോക്സൈറ്റ്, അലുമിനസ്, ലാറ്ററൈറ്റ് ഖനനത്തിന് പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിനായി വ്യാജ EIAയും സർട്ടിഫിക്കറ്റും സമർപ്പിച്ച ആശാപുര മൈൻ കമ്പനിക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് സർവകക്ഷി ജനകീയ സമിതി ആവശ്യപ്പെട്ടു. ആശാപുര കമ്പനിക്ക് പരിസ്ഥിതി ആഘാത പത്രികയും വ്യാജ സർട്ടിഫിക്കറ്റും ഉണ്ടാക്കി കൊടുത്ത ഹൈദരാബാദിലെ ഭഗവതി അന്ന ലാബ്സിന്റെ അംഗീകാരം പിൻവലിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
ദേശീയ അക്രഡിറ്റേഷൻ ബോർഡിനോട് ഇക്കാര്യം ആവശ്യപ്പെടും. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിനും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിനും ഇത് സംബന്ധിച്ച് നിവേദനം നൽകും. പരിസ്ഥിതി അനുമതിക്കായി ആശാപുര കമ്പനി നൽകിയ അപേക്ഷയിലെ വിവരങ്ങൾ തികച്ചും വാസ്തവ വിരുദ്ധമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു തരത്തിലും ഖനനം ആ ഗ്രാമപഞ്ചായത്തിന് അകത്ത് അനുവദിക്കില്ല എന്നതാണ് സർവകക്ഷി സമിതി ഇപ്പോൾ തീരുമാനമെടുത്തില്ല. അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ ഇപ്പോൾ അതിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്, അതിൻ്റെ ഭാഗമായി അവർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് വ്യാജമാണ്. അതിൻ്റെ പേരിൽ അവരുടെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ജനകീയ സമിതി ഭാരവാഹികളായ കെ ലക്ഷ്മണൻ, അഡ്വക്കേറ്റ് കെ നാരായണൻ, പുഷ്പരാജൻ കാട്ടിപ്പൊയിൽ, അഡ്വക്കേറ്റ് കെ രാജഗോപാൽ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, എം ഷഫീഖ്, സി എ കരീം, ബാബു ചേമ്പേന, ഒ എം ബാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മാപ്പിള കലാ അക്കാദമിയുടെ ഈ വർഷത്തെ പ്രവാസി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 6 പേർക്ക് ഇത്തവണ അവാർഡ് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ രംഗത്ത് നിസ്വാർത്ഥമായ സംഭാവനകൾ ചെയ്തവർക്കായി മാപ്പിള കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ സ്നേഹദൂത് അവാർഡുകൾ പ്രഖ്യാപിച്ചു. അക്കാദമിയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് 15 മഹൽ വ്യക്തികളെ ആദരിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് പ്രവാസി അവാർഡുകൾ ഏർപ്പെടുത്തിയത്. ഇത്തവണ 6 പേർക്കാണ് അവാർഡുകൾ നൽകുന്നത്. ഡോക്ടർ കെ സുധാകരൻ അൽ ഐൻ, യഹ്യ തളങ്കര, അഡ്വക്കേറ്റ് വയ്യ റഹീം, മഷൂദ് തങ്ങൾ ജിദ്ദ, ആലിയ ഹമീദ് ആജി, CKV യൂസഫ് മസ്കറ്റ് എന്നിവരെയാണ് സ്നേഹദൂത് അവാർഡിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശിലാഫലകവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്ന പുരസ്കാരം ഏപ്രിൽ ആദ്യവാരം ഷാർജയിൽ ഒരുക്കുന്ന വിപുലമായ ചടങ്ങിൽ സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 15 മഹൽ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി അതിൽ പ്രവാസികളായ 6 പേരെ ഉൾപ്പെടുത്താൻ നമ്മൾ തീരുമാനിച്ചത്. ആദ്യമായിട്ടാണ് പ്രവാസികൾക്ക് ഒരു അംഗീകാരം മാപ്പിള കലാ അക്കാദമി നൽകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കലാകാരന്മാരെ, പാട്ടുകാരെ, എഴുത്തുകാരെ, അതുപോലെ ആ രംഗത്തുള്ള കുലപതികളെ ഒക്കെ നമ്മൾ ആദരിക്കാറുണ്ട്. പക്ഷേ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, ജീവകാരുണ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് ഒരു സപ്പോർട്ട് പോലും കൊടുക്കാൻ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് 15ാം വാർഷികത്തിൻ്റെ ഭാഗമായി പ്രവാസ ലോകത്തുള്ള പല പ്രമുഖരുണ്ട്. പക്ഷേ അതിൽ ആദ്യത്തെ ഒരു തുടക്കം എന്നുള്ള നിലക്ക് 6 പേർക്ക് നമ്മൾ അവാർഡുകൾ സമ്മാനിക്കുന്നത്. മാപ്പിള കലാ അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് PH അബ്ദുള്ള മാസ്റ്റർ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആരിഫ് കാപ്പിൽ, മുജീബ് കമ്പാർ, AP ഷംസുദ്ദീൻ, മൂസ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ബ്രദേഴ്സ് കുമ്പള സംഘടിപ്പിക്കുന്ന 2ാമത് നാങ്കി അബ്ദുള്ള മാസ്റ്റർ മെമ്മോറിയൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരിയിൽ നടക്കും. 13 മുതൽ മാർച്ച് വരെ കുമ്പള ഗവൺമെന്റ് UP സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ പ്രമുഖരായ 16 ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റിൽ ദേശീയ താരങ്ങൾക്ക് പുറമെ ഘാന, സെനഗൽ, നൈജീരിയ എന്നീ രാജ്യങ്ങളിലെ പ്രമുഖ താരങ്ങളും രംഗത്തിറങ്ങും. മത്സര ദിനങ്ങളിൽ കലാകായിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അതിഥികളായി എത്തും. ടൂർണമെന്റിന് ഏകദേശം 10 ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. കുമ്പളിൽ ആദ്യമായിട്ടാണ് ഒരു അഖിലേന്ത്യാ തലത്തിലുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ബ്രദേഴ്സ് കുമ്പള ആതിഥ്യമരുളുകയും അതിലൂടെ നാടിൻ്റെ സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ രംഗങ്ങളിൽ ഒരു പുതിയ ആവേശം കുമ്പളയിൽ ഉടലെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 2ാമത് 2015 നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. സംഘാടക സമിതി ഭാരവാഹികളായ സത്താർ ആരിക്കാടി, അഷ്റഫ് കർല, നാഗേഷ് കർല, ഖാലിദ്, ബഷീർ മർച്ചന്റ്, ഷക്കീൽ മുഹമ്മദ്, ഇബ്രാഹിം ബത്തേരി, അസീസ് കളത്തൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അണങ്കൂർ ശാരദാംബ ഭജന മന്ദിരത്തിൽ 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏകാഹ ഭജന മഹോത്സവത്തിന് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകുന്നേരം നടന്ന ധാർമ്മിക സഭയിൽ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ಭಜನೆಯಿಂದ ನಮಗೆ ತುಂಬ ಅನುಕೂಲವಿದೆ.
ജില്ലയിലെ മികച്ച CDSനുള്ള അവാർഡ് നേടിയ പള്ളിക്കര പഞ്ചായത്ത് കുടുംബശ്രീ CDS മുന്നേറ്റത്തിന്റെ പാതയിൽ മറ്റൊരു ചുവട് കൂടി പിന്നിടുന്നു. 24 പേരടങ്ങിയ ബാൻഡ് സെറ്റിനാണ് ഇത്തവണ രൂപം നൽകിയിരിക്കുന്നത്. കുടുംബശ്രീ വനിതകളുടെ സംസ്ഥാനത്തെ ആദ്യ ബാൻഡ് സെറ്റിനാണ് പള്ളിക്കര ഗ്രാമപഞ്ചായത്തിൽ രൂപം നൽകിയിരിക്കുന്നത്. 24 പേർ അടങ്ങുന്നതാണ് ബാൻഡ് സെറ്റ് സംഘം. ജില്ലാ പഞ്ചായത്ത് അംഗം A. ജാസ്മിൻ മുതൽ 17 വയസ്സുള്ള വിദ്യാർത്ഥിനി വരെ സംഘത്തിലുണ്ട്. സുചിത്ര പനയാലാണ് ബാൻഡ് സെറ്റ് സംഘത്തിന്റെ ക്യാപ്റ്റൻ. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന്റെ 2014-15 വർഷത്തെ വികസന ഫണ്ടിൽ നിന്നും 1.5 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപ ബാങ്ക് വായ്പയും എടുത്താണ് ബാൻഡ് സെറ്റ് സംഘത്തിന് രൂപം നൽകിയത്. കാറ്റാടി ജനശക്തി കലാവേദിയുടെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കിയ ബാൻഡ് സെറ്റ് സംഘത്തിന്റെ ഉദ്ഘാടനം 20-ന് പനയാൽ കുന്നൂച്ചിയിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പള്ളിക്കര പഞ്ചായത്തിലെ CDSന്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരുപാട് പുതിയ സംരംഭങ്ങൾ നമ്മൾ പഞ്ചായത്തിനകത്ത് തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അവരുടെ ഒരു കലാ ട്രൂപ്പ് പഞ്ചായത്തിൽ അറിയപ്പെടുന്ന ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന നിലയിൽ 1-2 നാടകം പരിശീലിച്ച് അത് നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആടുഗ്രാമം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ നിലയിലാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് CDSന് അഭിവൃദ്ധി നടത്താൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ, വൈസ് പ്രസിഡന്റ് PK മാധവി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ഗൗരി, CDS ചെയർപേഴ്സൺ V. ഗീത, അജയൻ പനയാൽ, KCK ഷീബ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ജില്ലാ ബഫേ ആൻഡ് സപ്ലൈസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഈ മാസം 23-ന് നടക്കും. പൊവ്വലിൽ നടക്കുന്ന പരിപാടി PB അബ്ദുറസാഖ് MLA ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് DVSP TP രഞ്ജിത്ത് മുഖ്യ അതിഥിയായിരിക്കും. കാൽനടയായി ശബരിമലയിലേക്ക് പോവുകയായിരുന്ന അയ്യപ്പ ഭക്തൻ തീവണ്ടി തട്ടി മരിച്ചു. കർണാടക പുത്തൂർ സ്വദേശി വിദ്യാശങ്കർ അയ്യരാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. തളങ്കരയിലായിരുന്നു അപകടം. കർണാടക KSRTC ബസ്സിൽ നിന്നും തെറിച്ചു വീണ യുവതിക്കും കുഞ്ഞിനും പരിക്കേറ്റു. മുഗ്രാലിലെ MA അബ്ദുറഹ്മാന്റെ ഭാര്യ ഷമീമ, മകൾ റസ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുമ്പള ആരിക്കാടിയിലായിരുന്നു അപകടം. ഇവരെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. 6ാം ക്ലാസ് വിദ്യാർത്ഥി അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചു. അടൂരിലെ മൊയ്തീൻ കുഞ്ഞിയുടെ മകനും ബദിയടുക്കയിലെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥിയുമായ തൽഹത്ത് ഷഹാബിനെയാണ് മർദ്ദിച്ചത്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം മത്സ്യ മാർക്കറ്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. പ്രകടനത്തിന് ശേഷം നടന്ന ധർണ പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KCS നായർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം 2014 ജൂലൈ 1 പ്രാബല്യത്തിൽ നടപ്പിൽ വരേണ്ടുന്ന പെൻഷൻ പരിഷ്കരണം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന കേരള സർക്കാരിൻ്റെ വികലമായ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അതുപോലെ തന്നെ 22ാം സംസ്ഥാന സമ്മേളനം മുമ്പോട്ട് വെച്ച ഗുരുതരമായ ഒട്ടേറെ പ്രശ്നങ്ങൾ, ഒട്ടേറെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമാണ് എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രകടനവും ധർണയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. U. രവീന്ദ്രൻ, പ്രൊഫസർ B. ഭാട്ടിയ, ഭാസ്കരരാവ് കെടഞ്ചെ, S. നാരായണ ഭട്ട്, LA രാജ്മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. സ്കൂളിൽ മിഠായി കഴിച്ച 11 കുട്ടികൾക്ക് വിഷബാധയേറ്റു. സംഭവം മധൂർ കൊല്ലങ്കാനയിൽ. വേട്ടയാടിയ കാട്ടുപന്നിയുമായി യുവാവ് അറസ്റ്റിൽ. വാഹനങ്ങൾ പിടികൂടി. കാഞ്ഞങ്ങാട്ടെ ഗതാഗതക്കുരുക്ക്. പുതുവർഷത്തിൽ ട്രാഫിക് പരിഷ്കരണം നിലവിൽ വരും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.